നമസ്കാരം. US-വെനിസുല കോൺഫ്ലിക്റ്റിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉയർന്നതും അമേരിക്കയുടെ മിക്സഡ് എക്കോണമിക് ഡേറ്റയും മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ സെൽ ഓഫും പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും ഡിഫൻസ് ആൻഡ് റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ സെൽ ഓഫ് പ്രകടമായത്. കൂടാതെ മിലിറ്ററി കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ ഔട്ട്ഫ്ലോയും മാർക്കറ്റിൽ പ്രകടമാണ്. ഏഷ്യൻ മാർക്കറ്റിൻ്റെയും യൂറോപ്യൻ മാർക്കറ്റിൻ്റെയും പെർഫോമൻസും അത്ര മികച്ചതല്ല. ഏറെക്കുറെ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ഗ്ലോബൽ മാർക്കറ്റിലുടനീളമുള്ള സെൻറ്റിമെൻറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇന്ന് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ONGCയുടെ എണ്ണക്കിണറിൽ ഫയർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ONGC ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഡെവലപ്മെൻറ്റ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയുടെ എക്സ്പോർട്ട് ഓർഡർ 793 കോടിയായി, ഡിസംബർ മാസത്തെ എക്സ്പോർട്ട് ഓർഡർ 793 കോടിയായി രേഖപ്പെടുത്തിയതുകൊണ്ട് ഡെവലപ്മെൻറ്റ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ മീഷോ എന്ന കമ്പനിയുടെ ജനറൽ മാനേജർ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തതുകൊണ്ട് മീഷോ എന്ന സ്റ്റോക്കും ഇന്ന് വോളറ്റൈലാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മിഡ് വെസ്റ്റ് എന്ന കമ്പനിക്ക് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും ക്വാഡ്സൈറ്റ് ബ്ലോക്സ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതുകൊണ്ട് മിഡ് വെസ്റ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കൽപ്പത്താരു പവർ പ്രോജക്റ്റ് എന്ന കമ്പനി വിന്ധ്യാചൽ എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% സ്റ്റേക്കുകൾ 775 കോടി രൂപയ്ക്ക് സെൽ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് കൽപ്പത്താരു പ്രോജക്റ്റ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. IRB ഇൻഫ്രാസ്ട്രക്ചർ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ 12% വർദ്ധിച്ച് 6.34 മില്യൺ ടണ്ണായി ഉയർന്നു. നെതർലൻഡിലെ കമ്പനിയുടെ പ്രൊഡക്ഷൻ 0.6% വർദ്ധിച്ച് 1.68 മില്യൺ ടണ്ണായി മാറി. ടോട്ടൽ ഡെലിവറീസ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 9%, ഇയർ ഓൺ ഇയറിൽ 14% ഉയർന്നു. അതോടൊപ്പം തന്നെ IRB ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡിസംബർ മാസത്തെ ടോൾ കളക്ഷൻ 12% വർദ്ധിച്ച് 754 കോടിയായി മാറുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജനുവരി 15 തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. അദാനി ഗ്രീനിൻ്റെ സബ്സിഡറി കമ്പനിക്ക് 20.8 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ വിൻഡ് ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ ഓർഡർ ലഭിച്ചതുകൊണ്ട് അദാനി പവർ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്